ദൈവസന്നിധിയിൽ നമുക്ക് വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവിടെയാക്കി വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇന്നലെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് വിശ്വാസത്താലാണ് ലഭിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാനും, അത് ഏതെങ്കിലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നിവർത്തിച്ചതുകൊണ്ടല്ല അവർ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എന്നും നമ്മൾ ചിന്തിക്കാനും, എന്ന് മാത്രമല്ല അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് നാം അവിടെ കാണാനായിട്ടിടയാണ്. പരിശുദ്ധാത്മാവിനെ നാം കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയും, ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ഉള്ളത് കാണിക്കുന്നത് അത് വലിയൊരു അർത്ഥതലത്തിലാണ് അത് ഗലാത്യ ലേഖനം അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്, അതിനെ എക്സ്പോസ് ചെയ്യുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. അത് കേവലം ലോകപ്രത്തിലുള്ള ചില അനുഗ്രഹങ്ങളെ കുറിച്ചല്ല അവിടെ പറയുന്നത്, മറിച്ച് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം നമുക്ക് നമ്മളെ സൗജന്യമായി നീതീകരിക്കുന്നതിനെ കുറിച്ചും, അതാണ് ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എന്ന് നമുക്ക് ഇന്ന് നമ്മൾ ദൈവദാസൻ ഇപ്പൊ ഷെയർ ചെയ്തല്ലോ, ആ ഭാഗത്തുനിന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. അബ്രഹാമിന് അനുഗ്രഹം കൊടുക്കുമ്പോൾ, ആ വാഗ്ദത്തം കൊടുക്കുമ്പോൾ സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 15-ാം അധ്യായം 18-ാം വാക്യം, 22-ാം അധ്യായം 18-ാം വാക്യം എന്നീ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ സന്തതി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന ദേശം നിന്റെ സന്തതിക്ക് അവകാശമായി കൊടുക്കും എന്നുള്ള നിലയിലാണ് പറഞ്ഞേക്കുന്നത്. 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത് നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഉള്ളത് ഞാൻ എന്നെ കൊണ്ട് തന്നെ ആണയിട്ട് ഞാൻ നൽകുന്നു എന്ന് നമ്മള് അവിടെ കാണും. നമ്മൾ ഇന്നലെ എബ്രായ ലേഖനത്തില് അതേ ഭാഗം എടുത്ത് കോട്ട് ചെയ്ത ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ദൈവത്തിന് അബ്രഹാമിനോട് താൻ സത്യം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനായ വേറൊരുവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ വാഗ്ദത്തം ചെയ്ത് ആണയുടെ ഉറപ്പിനായിട്ട് അതൊരു സത്യം ചെയ്ത് ദൈവം അബ്രഹാമിന് ഉറപ്പിച്ചു കൊടുത്തു. എന്നാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ പറയുന്നതും, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം വാഗ്ദത്തം കൊടുത്ത വിഷയവും. എന്ന് മാത്രമല്ല, അങ്ങനെ കൊടുത്ത വാഗ്ദത്തത്തെ നീക്കാനായിട്ട് അതിനുശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞ് കടന്നു വന്ന ഈ നിയമത്തിന് കഴിയുകയില്ല എന്നുള്ള വിഷയവും നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെ സമയത്തും കൂടെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പല പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണ്, യഹോവ ആരാണ്, പുതിയ നിയമത്തിലെ ദൈവം ദയവുള്ളവരാണ്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ് എന്നൊക്കെ പറയുന്നതിൽ പറ്റിപ്പോകുന്ന ഒരു പിഴവ് അടിസ്ഥാനപരമായിട്ട് നമുക്കും പറ്റാവുന്നതാണ്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ന്യായപ്രമാണത്തിന്റെ റോൾ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഈ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറഞ്ഞ ആ വിഷയം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളാണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകും. What was the role of the commandments given through Moses? അത് എന്താണെന്ന് നമുക്ക് അത് ഇവിടെ എഴുതപ്പെട്ടതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനായിരുന്നല്ലേ സംഭവം. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പം മോശെ മുഖാന്തരം ഒരു പ്രമാണം കൊടുത്തിരിക്കുന്നു, അതിൽ പലതും നമുക്ക് സൂപ്പർഫിഷ്യലായിട്ട് ചിന്തിക്കുമ്പോൾ കണ്ണിച്ചോരയില്ലാത്തതുപോലൊക്കെ പറഞ്ഞേക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ദൈവം അങ്ങ് ടോൺ മാറ്റിയോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു നിലവാരത്തിൽ ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധ്യതയില്ലാന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം ഇവിടെ നമ്മൾ ഇന്ന് ഈ 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ 4-ാം അധ്യായം 10-ാം വാക്യം വരെ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ശരിക്കുള്ള റോൾ എന്തായിരുന്നു എന്ന് നമ്മളവിടെ കാണുകയും, ആ അർത്ഥത്തിൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കാണുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ അത് ദൈവമേ നിന്റെ വലിയൊരു ആലോചനയായിരുന്നല്ലോ അത്. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് അതിന്റെ അണ്ടറിൽ നിൽക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചതല്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയതും ദൈവം നമ്മളെ നടത്താൻ ആഗ്രഹിക്കുന്നതും തന്റെ വാഗ്ദത്തത്തിലൂടെയും തന്റെ നീതി നമുക്ക് സൗജന്യമായിട്ട് തരുന്ന ദൈവിക വ്യവസ്ഥ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതിലൂടെയും ആയിരുന്നു എന്നുള്ളത് അത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്
നമുക്ക് ആ ശരിയായിട്ടുള്ളൊരു ബാലൻസിൽ ഈ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഒരു പരിജ്ഞാനത്തിലേക്കും വെളിപ്പാടിലേക്കും പല പ്രിയപ്പെട്ടവർക്കും വരാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഉത്തരം കിട്ടാത്ത പോലുള്ള പല ചോദ്യങ്ങളും ചോദിച്ച് സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ചോദിക്കുന്നതെന്ന് എനിക്ക് ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല, അവർ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാൻ ഇന്നലെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒത്തിരി ദൈവസഭകളിൽ നിന്ന് ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു 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 സംഗതിയാണ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അത് ടച്ച് ചെയ്യാനായിട്ട് ഇന്നലെ കഴിഞ്ഞില്ല. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലാകുന്നു. നമുക്കറിയാമല്ലോ, ശാപമോ അനുഗ്രഹമോ, ശാപം മുറിക്കൽ, ശാപം ഇന്നും ദൈവമക്കളുടെ മേധ ഉണ്ടോ, അതിനുവേണ്ടി പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യണമോ എന്നൊക്കെയുള്ള നിലയിൽ ഈ കുറച്ചു കാലം മുന്നേ വരെ, അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലെന്നല്ല പറയുന്നത്, ആ വിവാദം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട് തൽക്കാലം. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അത് തേടിപ്പിടിച്ച് പറയുകയൊന്നുമല്ല. നമ്മൾ ന്യായമായിട്ടും ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് കൊണ്ട് അത് എന്താണെന്ന് വിവരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുള്ളത് കൊണ്ടും അവസരം അതായതുകൊണ്ടും മാത്രം അത് പറയുകയാണ്. അതാരെയും വിമർശിക്കാനോ അടിച്ചു താഴ്ത്താനോ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ ചിന്തിക്കുകയും ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതം പിന്നെയും ഒന്നുകൂടെ അതിന്റെ വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതും വലിയൊരു സത്യമാണ്. രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ശാപം കടന്നു വരാൻ കഴിയുമോ? അപ്പം അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഗലാത്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ കടന്നു വരാൻ കഴിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഏതർത്ഥത്തിലാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപയാൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കൃപയാൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തികൾ തന്നെ അവരുടെ ആ കാഴ്ചപ്പാട് മങ്ങിയിട്ട്, കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള രക്ഷ എന്ന് പറയുന്നത് ഒരു വെളിപ്പാടാണ്. അത് ആത്മാവിൽ നമുക്ക് വെളിപ്പെട്ട ഒരു ദൈവീകമായിട്ടുള്ള മർമ്മമാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സംഗതിയാ ഈ കൃപയാലുള്ള രക്ഷ എന്നുള്ളത്. ഈ ദൈവരാജ്യത്തെ ഈ ശിശുവിനെ പോലെ സ്വീകരിക്കാത്തവന് അല്ലെങ്കിൽ ആ നിലയിൽ ആയിത്തീരാത്തവന് കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വരാൻ കഴിയുകയില്ല എന്ന് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു ലേഖനത്തിൽ വായിക്കുന്നു, നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ദൈവം ആത്മാവിലൂടെ നമുക്കത് വെളിപ്പെടുത്തി തന്നു. എന്നാൽ ഈ ലോകത്തിനും അത് വെളിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ ദൈവത്തെ അപ്പൊ ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ആത്മാവിലൂടെയാണ് ഈ ദൈവത്തെ ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞതെന്നും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ, അനുഭവിച്ചറിഞ്ഞത് ആത്മാവിലൂടെയാണെങ്കിൽ തുടർന്ന് ബുദ്ധിയിലൂടെ വിശകലനം ചെയ്താൽ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ഗതിയും കിട്ടാത്തതുപോലുള്ള നിലയിലൂടെ കടന്നുപോകും. കാരണം ബുദ്ധിയിൽ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം തന്നിട്ടല്ല കർത്താവ് നമ്മളെ രക്ഷിച്ചത്. ബുദ്ധിയിൽ പല കാര്യങ്ങളും നമുക്ക് വിവരിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിലോ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മെക്കാനിക്സ് പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ ഈ എക്കണോമിക്സ് പറഞ്ഞു തന്നിട്ടോ ഒന്നും അല്ല നമ്മളെ ദൈവം രക്ഷിച്ചത്. ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മുടെ തേജസ്സിനായി മുന്നിമിച്ചതും മറഞ്ഞിരുന്നതുമായ ആ മർമ്മം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാമെങ്കിൽ അവിടെയുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില കോണ്ടസ്റ്റിലേക്കല്ല ആ വാക്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ദൈവം ആത്യന്തികമായി മനുഷ്യന്റെ തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയിരുന്ന ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് പലർക്കും വിശ്വസിക്കാൻ കഴിയാതെ പോയത് എന്ന് നമുക്ക് പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയതായിട്ടുള്ള മർമ്മം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിപരമായിട്ട് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ദൈവീക വെളിപ്പാടിനാൽ മാത്രം ഞാൻ പലപ്പോഴും നമ്മൾ പാടുന്ന ഒരു പാട്ട് നമ്മൾ പറയാറുണ്ട്. കാരണം
ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദം അത് എന്ന് നമ്മൾ പാടുന്നത് പോലെ ആ ദൈവ കുഞ്ഞാട് യോഗ്യരാണെന്നുള്ളത് ഒരു നിത്യതയിൽ നമ്മൾ പാടി കേൾക്കുന്നത് പോലെ ഈ യേശുവാണ് എന്റെ രക്ഷയുടെ നായകനും കർത്താവും, അവൻ എന്റെ രക്ഷാനായകനാണ്, അവനെയാണ് ദൈവം എന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വാതിൽ, അവനാണ് വഴിയും സത്യവും ജീവനും എന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ള തിരിച്ചറിവുകളെക്കാൾ ഉപരിയായിട്ട് ആത്മാവിൽ ഗ്രഹിക്കേണ്ട ഒരു മർമ്മം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഗ്രഹിച്ചവര് തുടർന്ന് ഈ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി തന്നെ പോകണം. അല്ലാതെ അങ്ങനെ രക്ഷിക്കപ്പെട്ടവര് ബുദ്ധിപരമായിട്ടുള്ള കുറെ ചോദ്യങ്ങളും ബുദ്ധിപരമായിട്ടുള്ള കുറെ സമസ്യകളും സൃഷ്ടിച്ചിട്ട് അതിനുത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ നിശ്ചയമായും അവർ ആത്മീയ ജീവിതത്തിൽ തകർന്നു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ബുദ്ധി പറഞ്ഞിട്ടോ ഈ ബുദ്ധിപരമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടല്ല കർത്താവ് നമ്മളെ രക്ഷിച്ചത്. ഈ രക്ഷ എന്ന് പറയുന്നത് ഒരു നിലയിൽ പറഞ്ഞാൽ വലിയൊരു മാജിക് എന്നല്ല പറയുന്നത്, വലിയൊരു അത്ഭുതമാണ്. അപ്പൊ ഈ അത്ഭുതം നമുക്ക് സംഭവിച്ചത് ആത്മാവിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു അനുഭവത്തിലാണെങ്കിൽ കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയില്ല എന്നല്ല പറയുന്നത്. എന്നാൽ എല്ലാ കാര്യവും ബുദ്ധിയിൽ എക്സ്പ്ലെയിനബിൾ അല്ല, എല്ലാ കാര്യവും ബുദ്ധിക്ക് തെളിവായിട്ട് പറഞ്ഞു തരാനായിട്ട് കഴിയത്തുമില്ല. അങ്ങനെ ഒരു വ്യക്തി ശഠിക്കുന്നെങ്കിൽ അവന്റെ ആത്മീയ ജീവിതത്തിൽ അവൻ ഇടർച്ചക്കല്ലിന്മേൽ തട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. നോക്കിയാട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം, ഈ ഗലാത്യർക്ക് ഇവിടെ സംഭവിച്ചത് എന്താ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചൊരു ജഡം കൊണ്ടോ സമാപിക്കുന്നത്, ദൈവിക വെളിപ്പാടിൽ ആരംഭിച്ചിട്ട് ബുദ്ധി കൊണ്ടോ സമാപിക്കുന്നത്, വിശ്വാസത്തിൽ ആരംഭിച്ചിട്ട് പ്രവൃത്തി കൊണ്ടോ സമാപിക്കുന്നത് എന്നൊക്കെ ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ചില സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ കഴിയും എന്നായിരിക്കും ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിൽ അതിൽ ആശ്രയിക്കുന്നവരല്ല ശാപത്തിന് കീഴെയാകുന്നു. നമ്മൾ ഇതിനെപ്പറ്റി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയുന്നതിന് എനിക്ക് ലജ്ജയില്ല, കാരണം അതൊരു അടിസ്ഥാനപരമായ സത്യമാണ്. നമ്മൾ നേരത്തെ ഇവിടെ തന്നെ വായിച്ചു, ജീവിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മൾ POC ബൈബിളിൽ അതുപോലുള്ള വേറൊരു ബൈബിൾ വായിക്കുന്നത് ജീവൻ പകരുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ അർത്ഥത്തിലാണ് വേറൊരു മലയാളം ട്രാൻസ്ലേഷൻ വായിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായ ശക്തി നൽകി ഈ പാപത്തിന്റെ ശക്തിയെ, എന്റെ ഉള്ളിലുള്ള പാപത്തിന്റെ ആ സ്വഭാവ നിമിത്തമാണ് എനിക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണം അനുഷ്ഠിക്കാൻ കഴിയാത്തത് എന്ന് റോമാലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പാൻ. അപ്പൊ ജഡത്താലുള്ള എന്റെ ബലഹീനത, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ ഈ ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജീവൻ പകരാൻ കഴിയുന്ന, പ്രമാണം പറഞ്ഞു തരാൻ മാത്രമല്ല പ്രമാണം ചെയ്യാനുള്ള ശക്തിയും കൂടെ പകരുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ, അതേ അർത്ഥത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ന്യായപ്രമാണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അവനത് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുകയും തുടർന്ന് കുറ്റബോധത്തിന് അടിമയായിട്ട് തീരുകയും അവൻ പാപി എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരികയും നിത്യമരണത്തിലേക്ക് അവൻ കടന്നു പോവുകയും ചെയ്യുന്ന ഒരനുഭവമായിരുന്നു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായി. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു എന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി. അതിന്റെ കാരണം അവിടെ പറഞ്ഞേക്കുക. എന്തൊക്കെയാണ് അതിന്റെ കാരണം? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാലോ. വാട്ട് വാസ് എ പർപ്പസ് ഓഫ് ദ ലോ? മറ്റേത് വചനഭാഗത്ത് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത നിലയിൽ എക്സ്ക്ലൂസീവായിട്ട് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമ്മൾ ഇന്ന് വായിച്ച ഭാഗം. റോമാലേഖനത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തേക്കുന്നത് മനുഷ്യനിലുള്ള അവന്റെ പാപ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുവാനും, അങ്ങനെ വെളിപ്പെട്ട് അവനത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ ദയയിൽ ആശ്രയിക്കാനുമാണ് ദൈവം അത് കൊടുത്തത്. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പാപത്തെ അറിയയില്ലായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. എന്നാൽ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു റെവലേഷന് ഈ 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ അവിടെ നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ ആ നിലയിൽ നിത്യമരണത്തിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിൽ ആയിരുന്ന നമ്മളെ അങ്ങനെ നിത്യമരണവും ആ ഒരു ശാപം, അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ കീഴിൽ ആശ്രയിക്കുന്ന ഏവരും ആ ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള കുറ്റബോധവും ശാപവും അവന്റെ മേൽ വാഴുന്ന ഒരു അനുഭവത്തിലാണ് ശാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമുള്ളത്, അല്ലെങ്കിൽ ശാപത്തിന് നമ്മുടെ മേൽ ഏതെങ്കിലും നിലയിൽ നമ്മൾ വിധേയരായിട്ട് തീരുന്നു.
മറ്റേ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ചില ശാപങ്ങളൊക്കെ ചിലർ കൊണ്ടുവന്ന് പറയാറുണ്ട്. എന്നാലും ഈ ഗലാത്യ ലേഖനത്തിന്റെ കോണ്ടക്സ്റ്റിന്റെ ബേസിൽ ഞാൻ പറയുക, ന്യായപ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ജീവിക്കാൻ കഴിയാത്ത നിമിത്തം ശാപത്തിന് നമ്മുടെ മേൽ ഒരു ഗ്രിപ്പ്, നമ്മുടെ മേൽ ശാപം വാഴുന്ന ഒരു നിലയിലേക്ക് നമ്മൾ അവിടെ തന്നെ വായിക്കുന്നതിന്റെ കാരണം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസേനയിൽ നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണത്തിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതനുസരിക്കാൻ കഴിയാത്തവൻ ശപിക്കപ്പെട്ടവനായിട്ട് തീരുകയാണ്. നമുക്കറിയാമല്ലോ, അനാഥേമ, ഇത് ആദ്യം മുതൽ ശപിക്കപ്പെട്ടവരുടെ കാര്യം പറയാം. ഞാനല്ല, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരോധമായി വേറെ ആരെങ്കിലും ഈ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇങ്ങനെ ശപിക്കപ്പെട്ടവരുടെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വേറെ ശപിക്കപ്പെട്ടവന്റെ കാര്യം പറയുകയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാൻ കഴിയാത്ത അല്ല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശപിക്കപ്പെട്ടവനായിട്ട് തീരുന്നു. കാരണം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസേനയിൽ നീതീകരിക്കപ്പെടുന്നില്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ പഴയ നിയമ ഭാഗത്തു നിന്നുള്ള ആ ഒരു ലെഗസി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പാരമ്പര്യമായിട്ട് ദൈവം ഉദ്ദേശിച്ചത് അത് വിശ്വാസത്താലുള്ള നീതിയാണ്. അത് സൗജന്യമായി നമുക്ക് നൽകപ്പെടുന്ന ദൈവത്തിന്റെ നീതിയെ കുറിച്ചാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്താൽ പാപത്തിന് പരിഹാരമുണ്ടായി, പാപത്തിനോട് ചേർന്ന് നിൽക്കുന്ന ശാപത്തിനും പരിഹാരമുണ്ടായി. എല്ലാവിധ പാപത്തിനും ശാപത്തിനും പരിഹാരമുണ്ടായി. ഇനി ഈ പാപത്തിനോ ശാപത്തിനോ നമ്മുടെ മേൽ വാഴുവാൻ യാതൊരു അധികാരവുമില്ല, യാതൊരു നിലയിലുള്ള നമുക്ക് അതിനോടൊരു ഒബ്ലിഗേഷനും ഇല്ല. നമ്മളെ ഒരു നിലയിലും യേശുക്രിസ്തുവിൽ ഒരു ശാപത്തിന് നമ്മുടെ മേൽ വാഴുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിന്റെ വശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇപ്പൊ പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. ഈ നിമിഷം ഞാൻ ഒരു ശാപത്തിനും കീഴ്പ്പെട്ടവനല്ല എന്ന് പറയത്തക്കവണ്ണമുള്ള ദൈവീക നീതിയാൽ അവനെന്നെ നിറച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവനാണ് അത് ലഭിക്കുന്നതെന്നും അത് അവന്റെ മനസ്സുകൊണ്ട് വീണ്ടും ചില പ്രമാണങ്ങൾ ചെയ്ത് ഞാൻ നിലനിൽക്കുന്നത് എന്റെ ചില പ്രവൃത്തി കൊണ്ടാണെന്നും ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ധാരണയിലേക്ക് വരുമ്പോൾ ആ കൃപയുടെ പ്രമാണം വിട്ട് അവൻ നാച്ചുറലി ആ പ്രവൃത്തിയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയും അവന് കുറ്റബോധങ്ങൾ നമുക്ക് തന്നെ അറിയാം. ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുന്നവര് ഒരുപക്ഷെ പറയുന്ന എന്നിൽ ഏതെങ്കിലും ഒരു സത്യം പറയാം, നമ്മൾ കൃപയാൽ നീതീകരണം പ്രാപിച്ചതിന് ശേഷം ഉള്ള ഓരോ നിമിഷവും പിശാച് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ശ്രമിക്കുന്നത് നമ്മൾ കൃപയാൽ അല്ല നീതീകരണം പ്രാപിച്ചത്, നമ്മുടെ കഴിവുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും പിശാച് കൊണ്ടുവരുന്നത്. നമ്മൾ കൃപയാൽ നീതീകരണം, കർത്താവിന്റെ നീതി സൗജന്യമായിട്ട് പ്രാപിച്ച ആ നിമിഷം തൊട്ട് നമ്മളോട് പിശാച് പോരാട്ടം തുടങ്ങിയേക്കുകയാണ്. അത് യേശുക്രിസ്തുവിലൂടെ ലഭിച്ച സൗജന്യമായ നീതിയെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ സ്വന്തം നീതിയിൽ ആശ്രയിക്കാനുള്ള ഒരു തോന്നല അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. നമ്മളിപ്പോ പറയുന്നല്ലോ മുല്ലപ്പെരിയാർ വെട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ, എന്ന് പറഞ്ഞതുപോലെ കൃപയുടെ വലിയൊരു റിസർവോയർ നമ്മുടെ ആ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുകയും അത് ആസ്വദിക്കാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഓരോ നിമിഷവും നമ്മൾ സ്വയത്തിൽ ആശ്രയിക്കുമ്പം ഇത് പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ അത് തകർത്ത് കളയാനാണ് പിശാച് പലപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ അനേക നിലയിലുള്ള കുറവുകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ആ കുറവുകൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് നിശ്ചയമായിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ പകൽക്കാലം നമുക്ക് പറയാൻ കഴിയും, എന്റെ കർത്താവിന്റെ നീതിയാൽ ഞാൻ പൂർണ്ണമായി നീതിമാനാണ്, അതുകൊണ്ട് ഒരു പാപത്തിനും ശാപത്തിനും എന്റെ മേൽ അതീശത്വവും കർത്തത്വവും ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. അതാണ് ദൈവവചനത്തിലെ സത്യം. അപ്പോൾ അത് വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നതാണ്. ഒരു വ്യക്തി മാനസികമായിട്ട് ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് പ്രവൃത്തികളുടെ തലത്തിലേക്കും അവന്റെ സ്വയനീതിയിലേക്കും കടന്നുപോയാൽ പിന്നെയും ശാപത്തിന് അവന്റെ മേൽ കർത്തൃത്വമുണ്ട്. ക്രിസ്തുവിൽ വസിക്കുക അല്ലെങ്കിൽ വിശ്വാസത്തിലായിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത്തരം കാര്യങ്ങൾക്ക് എന്റെ മേൽ കർത്തൃത്വം ഇല്ല എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ഇതിലൂടെയുള്ള വിടുതൽ ലഭിക്കുന്നത്. അല്ലാതെ ഒരാൾ പറയുമ്പോൾ ബ്രദറെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ശാപം ഉണ്ടെന്നാ തോന്നുന്നത്, ആന്നാ ബ്രദറെ
എന്നാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പല ലിസ്റ്റുകൾ, ഇത്ര ദിവസം ഇത് ചെയ്യണം, ഇത്ര ദിവസം അങ്ങനെ ചെയ്യണം, ഇത്ര ദിവസം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരിക. നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഔട്ട്കം എന്താണെന്ന് ഉള്ളതിനെ ആശ്രയിക്കാതെ എത്ര കുറവുകളോ കുറ്റങ്ങളോ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് പകൽക്കാലവും ജീവിതത്തിന്റെ ഏത് നിമിഷവും ഇന്നെന്ന് പറയുന്ന ഓരോ നിമിഷവും സാധിക്കും. ആ ഓരോ അവസ്ഥയിലും പാപത്തിന് വേണ്ടി സമ്പൂർണമായി പരിഹാരമായി തീർന്ന നമ്മുടെ കർത്താവിന്റെ ആ കാൽവരിയാകത്താൽ പാപത്തിന് എന്റെ മേൽ അധീശത്വമില്ല, അതിന്റെ യജമാനത്വത്തിൽ നിന്ന് നമ്മളെ കർത്താവ് വിടുവിച്ച് ഞാൻ കൃപയ്ക്ക് അത്ര അധീനനെന്നും, അതുകൊണ്ട് കൃപയാൽ ഞാൻ ഇന്ന് പാപത്തിന് കീഴെയല്ല ശാപത്തിന് കീഴെയല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവകാശം ഓരോ ദൈവവൈതലിനും ദൈവം നൽകിയിട്ടുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവില്ലേ? ഉണ്ട്, കുറവുകളുണ്ട്. ആ കുറവുകളുണ്ടെന്ന് വെച്ച് അതിന്റെ അർത്ഥം ഭാഗികമായിട്ട് പിശാചിന്റെനും അല്ലെങ്കിൽ ശാപത്തിന് നമ്മുടെ മേൽ വാഴാമെന്നല്ല ഇതിനർത്ഥം. അങ്ങനെ വിചാരിച്ച് പേടിക്കരുത്. അയ്യോ കുറവുണ്ടല്ലോ, കുറവുണ്ടെങ്കിൽ ബ്രദറെ അത് കർത്താവിനും അറിയത്തില്ല. ഒറ്റ നിമിഷം കൊണ്ട് വിശുദ്ധരായി തീരുന്ന ഒരു അനുഭവത്തിലേക്കല്ല എന്നും, ദൈനംദിനം ക്രിസ്തുവിൽ വളർന്നു വരുന്ന ഒരു അനുഭവത്തിലാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതെന്നും, എന്നാൽ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിഷം മുതൽ പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്നും ശാപത്തിന്റെ ആ യജമാനത്തിൽ നിന്നും ആണ് കർത്താവ് നമ്മളെ വിളിച്ചതെന്ന് കർത്താവിനും അറിയാം. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ചില ബലഹീനതകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് കർത്താവിനെ പ്രത്യേകം ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുറവുകൾ ദൈവസേനയിൽ ഏറ്റുപറയണം. അതേസമയം നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു, നമ്മുടെ ബലഹീനത അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകൾ അവൻ അറിയുന്നു. അതിന്റെ സീരിയസ്നെസ്സോടുകൂടി ദൈവസേനയിൽ ഏറ്റുപറയുമ്പോൾ ആ ദൈവനീതിയുടെ വസ്ത്രത്താൽ അവൻ പിന്നെയും നമ്മളെ ആ ദൈവനീതി ധരിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം ചിന്തകൾ നമ്മളെ മനസ്സിനെ വാഴുവാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് എന്നാണ് നമുക്ക് പറയാൻ കഴിയും. വചനത്തിൽ വായിക്കുന്ന വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. നമ്മൾ ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരുന്നത് എങ്ങനെയാ? ശാപത്തിൽ നിന്ന് പുറത്തു വരുന്നത് കാൽവരി ക്രൂശിൽ എല്ലാ ശാപത്തിന്റെ ചങ്ങലകളും ആ കൂച്ചുവിലങ്ങുകളും എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ പൊട്ടിച്ചു, ഇനി അവയ്ക്ക് എന്റെ മേൽ അധികാരമില്ല എന്നൊരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ അവൻ അതിൽ നിന്ന് പുറത്തു വരുന്നത്. അല്ലാതെ അതിനുവേണ്ടി ഇനി പ്രത്യേക കർമ്മങ്ങളോ വെള്ളം പ്രാർത്ഥിച്ചൊഴിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളോ കുഴിച്ചിട്ട സാധനം പൊക്കിയെടുക്കുകയോ ഒന്നുമില്ല. കുഴിച്ചിട്ട സാധനങ്ങളുടെ മേൽ കിടന്നാൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. ഞാനൊരു സമയത്ത് തന്നെ പെട്ടെന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് എനിക്ക് മാറുകയും അങ്ങനെ ഒരു വാടക വീട്ടിലേക്ക് എനിക്ക് മാറേണ്ടതായിട്ട് വന്നു. അപ്പൊ ഞാൻ പോയി താമസിച്ച വീടെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ ആ വസ്തു തർക്കത്തിൽ പെട്ടുകിടന്ന ഒരു വീട്ടിലാണ്. അപ്പൊ വേറൊരാളെ ഒഴിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂടോത്രം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത്, അപ്പോൾ വേറൊരു മതത്തിൽപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന, എന്നാൽ അവർക്ക് വേണ്ടി ചില വൈദ്യസഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അന്ന് താമസം മാറിയതിന്റെ അടുത്ത ദിവസം അതിന്റെ പ്രധാനപ്പെട്ട ഒരാളും ഞങ്ങളോട് വന്ന് പറഞ്ഞു, എന്റെ ഡോക്ടറെ നിങ്ങൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു വാക്ക് പറയണ്ടേ, ഇവിടെ ഇഞ്ചിഞ്ചിൽ കൂടോത്രം കുഴിച്ചിട്ടേക്കുന്ന ഒരു വീടാ ഇത്, നിങ്ങൾക്ക് ഇവിടെ കഷ്ടമുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഈ വീട് വിട്ട് മാറണം എന്ന് പറയാനിടയായിട്ടത്. അത് ഞാൻ നിങ്ങളോട് പറയുക, ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അതറിയാം. ഞാൻ നിങ്ങളോട് പറയുക, അവിടെ ആദ്യ ദിവസങ്ങളിൽ ചില വിഷമകരമായ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു സത്യം. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം ഉണ്ടായി. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലെ റൂമിൽ വന്നിരിക്കുക. അപ്പോൾ ആ ഗേറ്റിൽ ഒരു കാഞ്ഞടിക്കുന്നു ആരോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ഗേറ്റിന്റെ മീതെ കൂടെ ചാടിക്കടന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് വരുക. ഞാൻ വിചാരിച്ച് വയറുവേദനക്കാരനോ ആരോ വരുന്നത്. പെട്ടെന്ന് തുറക്കാമെന്ന് പറഞ്ഞ് എന്റെ ഭാര്യയെ വിളിച്ച് ലൈറ്റ് ഇട്ട് പുറത്തിറങ്ങി വരുമ്പോ അവിടെ ആരുമില്ല, ആ വീട്ടിൽ ആരുമില്ല, ആ പുറത്ത് ആരുമില്ല. എന്ന് മാത്രമല്ല, ഭൗതികമായിട്ടുള്ള നിലയിലും മറ്റു നിലകളിലും ചില ഈവിളായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ആദ്യ ദിവസങ്ങളിൽ അനുഭവിച്ചു. എന്നാൽ തുടർന്ന് അവിടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ആ ദൈവവചന പ്രകാരം ഞാൻ ജീവിക്കുന്ന ഒരനുഭവത്തിൽ ആ ഭവനത്തിൽ വെച്ചാണ് ഞാൻ ഏറ്റവും അധികം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ആഭിചാരം ഇസ്രായേലിനെ ഭരിക്കയില്ല. വായിക്കുന്നുണ്ടല്ലോ നമ്മുടെ പഴയ നമ്പേഴ്സിൽ. ഇതെന്റെ ജീവിതത്തിലെ അനുഭവം, ഇതുപോലുള്ള അനേക അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മുടെ ശാപം ഇനി ആരും മുറിക്കുകയല്ല. ശാപം മുറിക്കുക എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാ. കാരണം കാൽവരി ക്രൂശിൽ അവൻ പിളഞ്ഞു മരിക്കുമ്പോൾ എന്റെ ശാപം അവിടെ മുറിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുക ചെയ്യുന്നത്, അതിനെ ഏറ്റെടുക്കുക ചെയ്യും.
ഞാൻ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. തുടർന്നുള്ള ദൈവവചന ഭാഗം കർത്താവിന്റെ ദാസൻ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം മാത്രം ഒന്നുകൂടെ പറയുക. കാരണം ഈ വചനഭാഗം നമുക്ക് ഈ ദിവസങ്ങളിൽ എന്ന് മാത്രമല്ല, അവിടെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അബ്രഹാമിന് ദൈവ വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞ് 430 വർഷം എന്ന് അവിടെ കാണുന്നുണ്ട്. അതിന്റെ ചില കണക്കുകളെ കുറിച്ചൊന്നും ഞാൻ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് വേറെ അവസരത്തിൽ ദൈവം അനുവദിച്ച സംസാരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ കാണുന്നത് ഈ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, അത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അല്ലെങ്കിൽ നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള നിലയിലാണ് കൊടുത്തത്. സന്തതികൾ എന്ന അനേകരെ കുറിച്ചുള്ള സന്തതി എന്ന് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്ന സമയത്ത് PM ഫിലിപ്പ് അപ്പച്ചന്റെ ഒരു പ്രസംഗം, ഒരു കാസറ്റ്, അദ്ദേഹത്തെ നേരിട്ട് കാണാനൊന്നും എനിക്ക് ഇടയായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചും ഒക്കെ ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കണ്ണുനീരോടുകൂടെ ഈ വചനഭാഗം പ്രസംഗിച്ച് ആ സന്തതി ക്രിസ്തുവായിരുന്നു, അപ്പൊ ഏറ്റുപറച്ചിലുകാരും പറയും ആ സന്തതി ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്ന കോരിത്തെരിപ്പിക്കുന്ന ഒരു പ്രസംഗം കേട്ടത് ആ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതുപോലുള്ള അനുഗ്രഹീതരായിട്ടുള്ള അഭിഷിക്തരായിട്ടുള്ള ശുശ്രൂഷ ദൈവത്തിന്റെ വേലക്കാരെ ഓർത്ത്, അപ്പച്ചന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പലപ്പോഴും നമുക്കിന്ന് ലഭിക്കാതെ പോകുന്നതും ആ നിലയിലുള്ള ശുശ്രൂഷകളാണ്. ആ ദൈവത്തിന്റെ വചനം ആത്മാവിൽ തെളിയിക്കുന്ന നിലയിലുള്ള ഒരു ശുശ്രൂഷകൾ നമുക്ക് അധികമായിട്ട് വേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ആ ഭാഗം വായിക്കുമ്പം എന്റെ ഹൃദയത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹം ദൈവം അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ ഒരു പിന്തുടർച്ചയും മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിന്റെ ഒരു പിന്തുടർച്ചയും ക്ലിയർ ആയിട്ട് നമ്മൾ തുടർന്നുള്ള പുസ്തകങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും പാരലലായിട്ട് പോകുന്നത് നമുക്ക് പലയിടത്തും കാണാം. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എടുക്ക്, യെശയ്യാ പ്രവചനം എടുക്ക്, ബാബേൽ പ്രവാസകാലം എടുക്ക്, ഓരോ ഭാഗം എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കാണാം അന്നേരം അവർ നിയമം ലംഘിച്ചു, പ്രമാണമനുസരിച്ച് നടക്കുന്നില്ല എന്നുള്ള നിലയിൽ ഉള്ള ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയാണ് പ്രവചന ഭാഗങ്ങളോ അല്ല ചില പ്രത്യേക സന്ദിഗ്ധ ഘട്ടങ്ങളെയോ വിവരിക്കുന്നതെങ്കിൽ ആത്യന്തികമായിട്ട് ഈ പ്രവചനം തീരുന്നത് എങ്ങനെയാ? ആത്യന്തികമായിട്ട് ആ പ്രവചന ഭാഗങ്ങളൊക്കെ തീരുന്നത് അവരെ നീതീകരിക്കാൻ, സൗജന്യമായി അവർക്ക് ഈ രക്ഷ നൽകാൻ, സൗജന്യമായി ദൈവനീതി അവർക്ക് നൽകി അവരെ ദൈവസന്നിധിയിൽ നിൽക്കാൻ തക്കവണ്ണം ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം നൽകിയ ഈ വിഷയങ്ങള് അവിടെ ആ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവന്നാണ് പ്രവാചകന്മാരത് നിർത്തുന്നത് എന്ന് കാണാനായിട്ട്. ഒരിക്കലും ന്യായപ്രമാണം ഇതിനെ മാറ്റിയിട്ടില്ല. കാരണം ന്യായപ്രമാണം വന്നെങ്കിലും അതിനുപരിയായിട്ട് ദൈവം വാഗ്ദത്തത്താൽ കൊടുത്ത ആ സൗജന്യമായ രക്ഷ, അല്ലെങ്കിൽ സൗജന്യമായി ലഭിക്കുന്ന ദൈവനീതി എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഈ ന്യായപ്രമാണത്തിന് പ്രവൃത്തിയിലുള്ള ആ രക്ഷ എന്നുള്ളതിന് ആശയത്തിനേക്കാൾ അതിന് ഉന്നതമായി നിന്ന് പാരലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ മത്തായി പാസ്റ്റർ പറഞ്ഞതുപോലെ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒക്കെ യോഹന്നാൻ സ്നാപകന്റെ വരെ പ്രവചിച്ചു, അല്ലെങ്കിൽ അത് നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണുന്നത് പോലെ ന്യായപ്രമാണം ഇല്ലെന്നല്ല പറയുന്നത്. ന്യായപ്രമാണത്തിനേക്കാൾ ഉന്നതമായൊരു അനുഭവത്തിൽ വാഗ്ദത്തത്താൽ നീതീകരിക്കപ്പെടുവാനായിട്ട് യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ ആ അബ്രഹാമിന് ദൈവം ന്യായപ്രമാണത്തിന് മുന്നേ കൊടുത്ത ആ വാഗ്ദത്തമാ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അത് ഓൾറെഡി കർത്താവിന്റെ ദാസൻ പറഞ്ഞു കഴിഞ്ഞു. ദ ലോ കനോട്ട് ചേഞ്ച് ദ പ്രോമിസ് എന്നുള്ളത് 15 മുതൽ 18 വരെയുള്ള വാക്യത്തിലും, ദ ലോ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ദ പ്രോമിസ് 19-20 വാക്യങ്ങളിൽ, ദ ലോ വാസ് നോട്ട് കോൺട്രറി ടു ദ പ്രോമിസ്. ഈ ന്യായപ്രമാണം എന്നുള്ളത് വാഗ്ദത്തത്തിന് വിഘാതമായിരുന്നില്ല. നമ്മൾ വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. റോമക്കെഴുന്ന ലേഖനം 3:23 കൃപയാൽ സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് അതിന് പ്രവാചകന്മാരും പഴയ നിയമ വചനഭാഗങ്ങളും സാക്ഷ്യം പറയുന്നു. അതിന് ന്യായപ്രമാണവും ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം പറയുന്നു. അപ്പൊ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു സൗജന്യമായി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ലോകത്തെ തന്നോട് നിരപ്പിക്കുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷയെ കുറിച്ചുള്ള സാക്ഷ്യം ഈ ന്യായപ്രമാണത്തിൽ തന്നെ കാണാൻ കഴിയുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ആ രണ്ട് സംഗതികളും യേശുക്രിസ്തു വരെ വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതിൽ ഉന്നതമായിട്ട് നിന്നതും ഒരിക്കലും മാറ്റപ്പെടാത്ത നിലയിൽ ഇമ്മ്യൂട്ടബിൾ ആയിട്ട് നിന്നിട്ടുള്ള സംഗതി ദൈവത്തിന്റെ വാഗ്ദത്തമാണ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അത് തന്നെയാണ് ഇവിടെ ഗലാത്യ ലേഖനത്തിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യം. അപ്പം ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ
നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ, നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കാൻ, നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണിച്ചു തരാൻ ഇടയായി തീർന്ന ന്യായപ്രമാണത്തിന് ആയിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് വാഗ്ദത്തത്താൽ നമ്മളെ നീതീകരിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനെയും ആ സൗജന്യമായി നീതീകരിക്കുന്ന ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കാനും തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, അതിന് ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചും കൊണ്ട്, മാത്രമല്ല നമ്മൾ അത് ഓൾറെഡി നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലോ, വിശ്വാസം വരുമ്പോൾ ദൈവത്തിലേക്ക് ക്രിസ്തുവിലേക്ക് നടത്താനുള്ള ശിശുപാലകനായി ന്യായപ്രമാണം ഭവിച്ചു എന്നുള്ള ആശയം ഓൾറെഡി പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാം. വചനത്തിലെ ഒന്നും തെറ്റുപറ്റിയിട്ടില്ല, ഒരു വചനഭാഗവും മാറ്റേണ്ടതില്ല. ഈ വചനഭാഗമൊക്കെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ നമ്മൾ വിമർശിക്കുകയല്ല, ഇടറിപ്പോവുകയല്ല, ദൈവത്തെ സ്തുതിക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.